ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം. പെപ്പർ ചിക്കൻ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ വരട്ടിയതെന്നോ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരവരുടെ ഇഷ്ടമനുസരിച്ചും കൂട്ടും കുറയ്ക്കും ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഓപ്ഷനിലാണ്. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാല പൗഡറാണ്, അതിട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 ചെറിയ കയ്യിൽ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കട്ടിയുള്ളൊരു തൈരാണ്. അതിനുശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 1/2 മണിക്കൂർ വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരണം. കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം അതിലേക്ക് കുറച്ച് പെരുംജീരകമാണ്, വളരെ കുറച്ചതിന് ഇട്ടിട്ടുള്ളൂ. പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയാണ്, നന്നായിട്ട് ചെറിയതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയാണ്, അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ ഇഞ്ചിയാണ്, അതുകൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, നല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ല കളറൊക്കെ ജസ്റ്റ് ചേഞ്ചായി വരുന്ന ആ ഒരു ടൈം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് എക്സ്ട്രാ ഇനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, ഇത് മാത്രം മതിയാവും. ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ച ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. മുകളിൽ കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഉണ്ട്, അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പെപ്പർ ചിക്കൻ എന്ന് പറയാം. അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാൻ മറക്കരുതേ. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.